ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ നിക്കച്ചിയുടെ വീട്ടിൽ പോവാണ്. പിള്ളേർ രണ്ടും കൂടെ മുന്നേ ഇറങ്ങി, ഞാൻ പുറകെ എത്തി. അപ്പോൾ ഇവിടുന്ന് റോഡ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ബാക്കി അവിടെ പോയിട്ടാവാം. ഞങ്ങൾ മൂന്നുപേരും റെഡി ഇറങ്ങി. ഞങ്ങൾ എത്തിയപ്പോൾ ഉമ്മ കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വാപ്പ പുറത്തായിരുന്നു. വാപ്പ തിരിച്ച് വരണതിനകം വെച്ച് അവൻ ടി വി സ്വന്തമാക്കി ടി വിയിൽ നോക്കിയിരിക്കണോണ്ടാണ് കേട്ടോ വാപ്പയെ മൈൻഡ് ചെയ്യാത്ത. കണ്ടതാണ് ഇക്കച്ചിയുടെ വാപ്പ. പുള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. എന്തായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ, എന്തോ ആയിരുന്നു, ഗവൺമെൻറ് സർവീസിലായിരുന്നു എന്നറിയാം. പുള്ളി എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ അവരുടെ ടി വിയിൽ ഇക്കച്ചാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ പ്ലേ ചെയ്തു. അപ്പോൾ ആ സാർ അതും നോക്കിയിരിക്കുമായിരുന്നേ. സാറിനാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം മാക്സിമം ഞാൻ കുറയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ചു വീടിന് ചുറ്റും വീടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടതാണ് കേട്ടോ ഇക്കച്ചിയുടെ വീട്. ഇക്കച്ചിയുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണിത്. പത്താങ്കല്ല് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന SBIയുടെ ATMൻ്റെ സൈഡിൽ കൂടെ കാണുന്ന റോഡ് വഴിയാണ് കേട്ടോ പറഞ്ഞത്. കാണുന്നതാണ് ഇക്കച്ചിയുടെ വീട്. അവർ എനിക്ക് കൊറോണയുടെ ടൈമിൽ മേടിച്ച വീടാണ്. അതിന് മുന്നേ ഒരു വേറൊരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു പഴയ വീടായിരുന്നു. ഓടിട്ട വീടിനെ പണിഞ്ഞ് ഇങ്ങനെ ആക്കിയതാണ്. ഇതാണ് അവരുടെ വീടിൻ്റെ സൈഡൊക്കെ. അത്യാവശ്യം മരങ്ങൾ, എനിക്ക് തോന്നുന്നു 7 സെൻറ്റോ മറ്റോ ആണ് പ്രോപ്പർട്ടിയിൽ നിന്ന്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ 3 ബെഡ്റൂമൊക്കെ ആയിട്ടാണ് വീട് വരണേ. ഉമ്മക്ക് വയ്യ, അതുകൊണ്ടാണ്. ഉമ്മ ഒരു 7-8 ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് വീടിൻ്റെ ചുറ്റും ഇങ്ങനെയൊക്കെ കിടക്കണേ. ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതവരുടെ ആക്രി കൂമ്പാരം. അങ്ങനെ കുഞ്ഞ് നിന്ന് മുറ്റം തൂക്കാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരി എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു എന്നുള്ളതായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വൃത്തിക്കുറവ് കാണുന്നത്. ഇതാണ് കേട്ടോ അവരെ കോമ്പൗണ്ട് പറഞ്ഞ്. അവരുടെ അവിടെ ഒരു പേരമരത്തിൽ പേരയ്ക്ക ഉണ്ടെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ പേരയ്ക്കയില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ പേരമരം, അതിലൊന്നുമില്ല. അങ്ങനെ ഞാൻ സ്റ്റെയർ വഴി മുകളിൽ പോയിട്ട് ചുറ്റിനും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റെയർ വഴി കയറിപ്പോണതാണ്. സ്റ്റെയർ വഴി കയറി പോകുമ്പോഴത്തേക്ക് ഞാൻ പാതി വഴിയിൽ അവിടെ ചെന്നങ്ങ് സ്റ്റക്കായി നിൽക്കണ വേറൊന്നും കണ്ടല്ല. ഇവർക്കൊരു പട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ വന്ന് കയറിയൊരു പട്ടി. ഉമ്മ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും ജീവി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്ത് വളർത്തുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. പട്ടി എന്നെ കണ്ട് പേടിച്ചിറങ്ങി ഓടി. അങ്ങനെ കിട്ടിയതാണ് അതിനെ. അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുത്ത് അവരെ വീട്ടിൽ കാവലിന് കിടക്കണ പോലെ അഴിച്ചു വിട്ടേക്കാണ്. കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. എപ്പോഴേലും പോവും, എപ്പോഴേലും വരും, അങ്ങനെയാണ്. എന്നാലും മാക്സിമം സമയം വീടിൻ്റെ മുകളിലൊക്കെ വീടിന് ചുറ്റിപ്പറ്റി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉള്ളിലോട്ട് കാണിക്കാം. അവിടെ നിൽക്കണതാണ് കേട്ടോ ഉമ്മ. സിറ്റ് ഔട്ടും ഹോളും 3 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഒരു കിച്ചണും ഉള്ളൊരു ചെറിയ വീടാണ്. ചെറിയ വീടല്ല, വലിയ വീടാണ്. എന്നാലും മറ്റുള്ളവരുടെ വീടിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ വീട്. ഞങ്ങൾക്കതൊരു കൊട്ടാരം ആണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. ആരും യൂസ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കണേ. ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കിടക്കണേ. ആരും ഉപയോഗിക്കത്തില്ല. ഉമ്മയും വാപ്പായും കണ്ടതുകൊണ്ടാണ് ചെയറിൽ നിന്ന് ഇറങ്ങാതെ ഇക്കച്ചിയുടെ മടിയിൽ തന്നെ ഇരിക്കണേ. ഇത് അണ്ണൻ്റെ ബോക്സാണ് കേട്ടോ. ബോക്സല്ലല്ലോ, സ്പീക്കറാണ്. ഇത് അണ്ണൻ്റെ ബെഡ്റൂമാണ്. ഇക്കച്ചിയുടെ ചേട്ടൻ്റെ ബെഡ്റൂമാണ്. ഉമ്മയുടെയും വാപ്പാടെയും ബെഡ്റൂം അപ്പുറത്താണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പട്ടി. അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ ആയി. വൈകുന്നേരമാണല്ലോ, അപ്പം ചായ കുടിച്ചു. സ്നാക്സ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്, അത് കഴിച്ചു. ബേബിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. ഫിഷ് ടാങ്കിൻ്റെ പുറത്താണ് ഞാൻ ചായ വെച്ചേക്കണേ. ഫിഷ് ടാങ്കേ ഉള്ളൂ, ഫിഷില്ല. ഫിഷിനെ അവരെന്തോ ചെയ്തു. മുമ്പുണ്ടായിരുന്നു ഫിഷ്. എനിക്കൊന്നും താഴത്തെ പിള്ളേർക്കും കണ്ടെടുത്ത് കൊടുക്കുകയും കണ്ട് ചെയ്തു. അപ്പം ഞങ്ങൾ മൂന്നാളും ചായ കുടിച്ചു. കുടിച്ചു കഴിഞ്ഞിട്ട് ബേബിയും അമ്മയും കൂടെ കളിയും ബഹളവും, പാപ്പായും ഉണ്ട് കൂടെ. 3 ആൾ കൂടിയിട്ട് ചിരിയും കളിയും ബഹളവും ഒക്കെയാണ്.
മയ എന്നുണ്ടെങ്കിൽ ഏത് ജീവിയെ കിട്ടിയാലും വളർത്തും. ഇന്നതിനെ വളർത്തും അല്ലെങ്കിൽ ഇന്ന കണ്ടീഷനിൽ കിട്ടുന്നതിനെ വളർത്തും എന്നൊന്നുമില്ല. എന്തിനെ കിട്ടിയാലും വളർത്തും. അണ്ണാൻകുഞ്ഞായാലും തത്തയായാലും എന്തായാലും വളർത്തും. അങ്ങനെ കിട്ടിയൊരു പൂച്ചയാണ് നടന്നു പറഞ്ഞത്. എൻ്റെ ബേബിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് അവ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പുറകെ പോണേ. പക്ഷേ അതിനെ ഇവിടെ അങ്ങനെ ആരും എടുക്കുകയും വയ്ക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിന് അത്ര പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് അത് പേടിച്ചിറങ്ങി ഓടണേ. എൻ്റെ ബേബി ഇപ്പോൾ വരും അതിനെ പിടിക്കാനായിട്ട്. പക്ഷേ അവന് കിട്ടത്തില്ല. പുറത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായതുകൊണ്ടും വാക്സിനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ടും അവരങ്ങനെ അധികം എടുക്കാനൊന്നും നിൽക്കത്തില്ല. ഫുഡ് കൊടുക്കും, വരുമ്പോൾ കരയുമ്പോൾ ഫുഡ് കൊടുക്കും, നോക്കും, അത്രയൊക്കെ ഉള്ളൂ. അതെങ്ങോട്ടോ ഇറങ്ങി പോകുന്നു. വിശക്കുമ്പോൾ വരും, ചോറ് കഴിക്കും, ഇറങ്ങി പോകും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ അവ അതിനെ നോക്കി നിൽക്കണം. ഞാൻ ഏത് പോണത്? ഞങ്ങൾ വൈകിട്ടാണേ ചെന്നത്. ഒത്തിരി സമയം ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പത്താങ്കല്ല് നെടുമങ്ങാട് നിന്ന് ചല്ലിമുക്ക് വരെ വരണ്ടേ. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും 7:15 എന്തോ ആയി. അപ്പം ഇതാണ് ഇക്കച്ചിയുടെ വീട്ടിലോട്ട് പോകണ വഴി. ഇരുട്ടായിട്ടുണ്ടൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ നെടുമങ്ങാട് എത്തിയില്ല. എത്തുന്നതിന് മുന്നേ മഴ ചാറ്റിലടിച്ച് തുടങ്ങിയായിരുന്നു. അപ്പം പെട്ടെന്ന് വീടെത്താനുള്ള പരിപാടി. ബേബിക്കാന്നുണ്ടെങ്കിൽ മഴ ഭയങ്കര പേടിയാണ്. അതായത് വീട്ടിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മഴ കുഴപ്പമില്ല. പക്ഷേ വണ്ടിയിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ റെയിൻ കോട്ടൊക്കെ ഇടാൻ ഭയങ്കര പേടിയാണ്. അവനില്ല എന്തോ തട്ടിക്കൊണ്ട് പോകുന്ന കൂട്ട് സെറ്റപ്പാണെന്ന് അവന് ഫീൽ ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് വീട് പിടിക്കാനുള്ള പരിപാടി നോക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിനിടയിൽ നെടുമങ്ങാട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയായിരുന്നു. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റില്ല. ബേബി ഉറങ്ങി ഷോൾഡറിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് കൈ ഒഴിവില്ലാത്തതുകൊണ്ട് ഇക്കച്ചിക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇക്കച്ചി അത്യാവശ്യം സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതായത് ബേബി വണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും. പെട്ടെന്ന് ഉറങ്ങിയിട്ട് അതിനിടയിൽ മഴയെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ്. മഴവെള്ളം ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴുമ്പോഴത്തേക്കും സാറ് പേടിയുണ്ട്, ഞെട്ടും, കരയും, ഭയങ്കര ഉച്ചത്തിൽ കരയും, ഭയങ്കരമായിട്ട് നിർബന്ധം കാണിക്കും. റെയിൻ കോട്ടൊന്നും ഇടാനേ സമ്മതിക്കത്തില്ല. അതേപോലെ സ്കൂട്ടിയിലായതുകൊണ്ട് ഇവനിരുന്നിങ്ങനെ ബഹളം വയ്ക്കും. കാരണിട്ട് കൈയൊക്കെ തട്ടി മാറ്റി പിടിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം ആ ഒരു പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീടെത്താമെന്നുള്ളൊരു ഐഡിയയിൽ ബാക്കി വീഡിയോസൊന്നും എടുക്കാതെ ഇങ്ങ് വരുമായിരുന്നേ. ഇതാണ് പത്താങ്കല്ല് ജംഗ്ഷൻ. ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കും ഏകദേശം 9:15 ആയി. ബേബി വന്ന ഉടനെ അമ്മച്ചിയുടെ മടി കയറിയിരുന്ന് ഫോണ് കുത്താൻ തുടങ്ങി. ഇക്കച്ചി അന്നാണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊരു ഷോപ്പിൽ കയറുന്ന അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.